തറാവിന്റെ ഇടയിൽ ദിക്റുകളുണ്ടോ? ഈ കുനൂത്തിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായി. തറാവിഹുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ നമുക്കറിയാം രണ്ടരക്കായത്താണ് നമസ്കരിക്കേണ്ടത്. ആ നമസ്കാരത്തിന്റെ ഇടയിൽ സാധാരണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്ന് പറഞ്ഞാൽ 4 റക്അത്ത് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പിന്നെ അടുത്ത റക്അത്ത് 2 റക്അത്ത് പെട്ടെന്ന് തുടങ്ങും. പിന്നെ 4 റക്അത്ത് കഴിഞ്ഞിട്ടാണ് കുറച്ച് റെസ്റ്റ് നമ്മൾ കുറച്ച് എടുക്കുക. പിന്നെ 2 കൂടി നിസ്കരിച്ചിട്ട് 4 റക്അത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കും. ആ രൂപത്തിലാണ് സാധാരണഗതിയിൽ ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ദിക്റുകൾ ചെല്ലുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വിലക്കുകളൊന്നും വന്നിട്ടില്ല. നമുക്ക് അറിയാവുന്ന പ്രാർത്ഥനകളോ ദിക്റുകളോ ഒക്കെ ആ സന്ദർഭത്തിൽ ആ ഇടവേളകൾ നമുക്ക് ചെല്ലാവുന്ന ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ വാരിദായി വന്ന പ്രാർത്ഥനകൾ ചെല്ലാം. ഇനി നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, അതിനൊന്നും വിലക്കില്ല. പിന്നെ ഇവിടെ അവസാനം ചോദിച്ച കുനൂത്തുമായി ബന്ധപ്പെട്ടുള്ള സംഭവം, വിത്റിൽ കുനൂത്ത് ഓതുക എന്നുള്ളത് സ്ഥിരപ്പെട്ടതാണ്. അത് സ്ഥിരമായിട്ട് ചെയ്യാൻ പാടില്ല എന്നതാണ്. വിത്റിൽ സ്ഥിരമായിട്ട് ചെയ്യുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ ചൊല്ലുക, എപ്പോഴെങ്കിലുമൊക്കെ അത് ഒഴിവാക്കുകയും ചെയ്യുക എന്ന ഒരു രീതിയാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വിത്റിലും തറാവിഹ് പൂർണ്ണമായും കുനൂത്ത് ഓതുക എന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ ഓതുകയും ഇടയ്ക്കൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റിലെ കുനൂത്ത് ഓതിയിരുന്നത് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ അത് ഫോളോ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതും നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അത് തറാവി നമസ്കാരത്തിനെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.